തിരുവാതിരനാഥ ക്ഷേത്രത്തിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. എൻ്റെ അച്ഛൻ്റെ വീട് തിരുവല്ലാമലയാണ്. അപ്പോൾ ഞങ്ങൾ പണ്ട് സ്ഥിരമായി പോയിരുന്ന അമ്പലമാണ്. ഇപ്പോൾ കുറേ ആയിട്ട് പോകാൻ പറ്റാറില്ല. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ആദ്യമുണ്ട്, അമ്മയുണ്ട്. ആദ്യം അമ്മ ദേവിട്ട് ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് പോകുന്നത്. നല്ല മഴയാണ് പുറത്ത്, കണ്ടോ, പുറത്ത് നല്ല മഴയാണ്. ഇതാണ് ഞങ്ങളുടെ നാട്. ഇത് ശാന്തസുന്ദരമായ പ്രദേശമാണ്. ഇതാണ് നമ്മുടെ ഭാരതപ്പുഴ. ഈ സൈഡിലൂടെ ഒഴുകുന്നത്. ഇവിടുത്തെ ഞങ്ങളുടെ റോഡ് കണ്ടില്ലേ, സൈഡിൽ ഇങ്ങനെ തെങ്ങും തോപ്പുകളും പാടങ്ങളും നല്ല മനോഹരമായ കാഴ്ചയാണ്. പട്ടാമ്പിയിലൂടെയാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് താരതമ്യേന ബ്ലോക്ക് ഇത്തിരി കുറവായിട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ സാധാരണ ഈ വഴിയൊന്നും പോകാൻ പറ്റില്ല, അത്ര തിരക്കുള്ള സ്ഥലമാണ് ഇവിടെ പട്ടാമ്പി. നേരത്തെ വന്നാൽ തന്നെ വൈകും. പിന്നെ അപ്പൊ ഞങ്ങളിനി കുറച്ച് വേഗം പോട്ടോ, സ്പീഡിൽ. ഞങ്ങളങ്ങനെ ഒറ്റപ്പാലൊക്കെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ്, ഇന്ന് മഴ ദിവസമാണ്. പനിയായിട്ടും കഷ്ടപ്പെട്ട് അമ്പലത്തിലോട്ട് ഞങ്ങളെ കറക്റ്റ് സമയത്ത് എത്തിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ദേവിക. അങ്ങനെ ഞങ്ങൾ ഗേറ്റിടയിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഫോണിന്ന് കണ്ടെടുക്കുന്നാലേ കാണാൻ പറ്റും. ഇത്രയും നേരം ഒന്നും മിണ്ടാതിരുന്ന് വണ്ടി ഓടിക്കായിരുന്നല്ലോ. ഈ യാത്രയെ പറ്റി എന്താണ് താങ്കളുടെ മഴ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇപ്പൊ മഴയില്ല, ഇതുവരെ നല്ല മഴയായിരുന്നു. ഇതെങ്ങനെയുണ്ട്? ഞാൻ ഗുരുവായൂരിൽ വാങ്ങിയാണ് ഗൈസ്, എന്റെ സ്വന്തം ഐഡിയ ആണ്. ആരും വാങ്ങി തന്നില്ല. ഇത് ഞങ്ങൾ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. അത് എന്റെ സ്വന്തം ഐഡിയ ആണ് ഗൈസ്. സ്വന്തം ഐഡിയ മാത്രമല്ല, ഇത് എന്റെ സ്വന്തം. ഇത് രണ്ടും ഞാൻ സെലക്ട് ചെയ്താണ്. ഇതിലാണ് ഒരു റൈറ്റ്സ് ഇല്ല. അച്ഛമ്മ വന്നത്, അച്ഛമ്മ വന്നത് വീട്ടിലിരുന്ന് പയ്യ ഗൈസ്. എനിക്ക് പനിയാണ്. ഓഫ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഏസി ഓഫ് ചെയ്ത് വണ്ടിനകത്തൊന്നും ഇരിക്കുന്നത്. എന്താണ് മിസ്റ്റർ, കുറച്ചു മുന്നല്ലേ ഏസി ഓഫ് ചെയ്യണം പറഞ്ഞത്? നല്ലൊരു കാഴ്ചയുണ്ട് ഇവിടെ. സ്നേഹാരാമം എന്ന് പറയുന്ന ഒരു മരം കണ്ടു. അത് കണ്ടോ, അവിടെ മരത്തിനെ വെച്ച് നനച്ച് വളർത്തി. അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. നല്ല മനോഹരമായ വഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി പാർക്ക് ചെയ്തിട്ട് വേറെ വഴിയാണ് വന്നത്. നമ്മൾ വില്ലാതിരുന്ന ക്ഷേത്രത്തിന്റെ മുന്നിലോട്ട് എത്തിയിരിക്കുകയാണ്.
തിരുവാതിരനാഥ ടെമ്പിളിൽ ഗുരുവായൂരായിട്ട് സങ്കല്പിക്കുന്ന ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ. കൃഷ്ണനാണ് പ്രതിഷ്ഠ. ഇവിടെ ഒരു ആലുണ്ടായിരുന്നു. ഈ ആലിൽ നമ്മൾ കൃഷ്ണനെ കാണാൻ പറ്റും എന്നാണ് ഒരു ഐതിഹ്യം. പണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ വന്നിട്ട് ഞങ്ങളിങ്ങനെ വന്ന ആലിൽ തിരയുമായിരുന്നു കൃഷ്ണനെ. വേറെ വ്ളോഗർ ഇതേതാ ചാനല്? ഇതേത് ചാനലാ? സൂര്യ ടിവിയോ? വീണ ഇനി വെക്കല്ല, വീഴാൻ പാടില്ല. അത് മതി. വലുത് വെച്ച വീഴില്ലേ വീണ? വേണ്ട വേണ്ട വേണ്ട, അങ്ങനെ പൊട്ടിക്കാൻ പാടില്ല. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ മുകളിൽ കയറ്റി വെച്ച് അത് വീഴാതെ നമ്മൾ ലൈഫിൽ വെക്കുന്ന സ്റ്റെപ്പുകളാണെന്നാണ് പറയുക. അത് വീഴാതെ മുകളിൽ വെച്ച് നമുക്ക് പരീക്ഷയൊന്നും ഉണ്ടാവില്ല, ലൈഫിൽ എന്നും സക്സസ് ആയിരിക്കും, അങ്ങനെയൊക്കെയാണ് ഒരു വിശ്വാസം. ഇവിടെ നമ്മൾ ഹരിശ്രീ ഗണപതിയെ നമുക്കാണ് ഇവിടെ എത്തുന്നാലും നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ സരസ്വതി ദേവീനെയാണ് നമ്മുടെ ആൾക്കാരൊക്കെ ചെറുതുണ്ടാക്കിയത് നമ്മൾ കണ്ടില്ലേ. ഭീകര കുത്തബ് മീനാറാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണം. ഇതാണ് രാക്ഷസപ്പാറ. അമ്പലത്തിനോട് തൊട്ടടുത്താണ് ഈ പാറ ഉള്ളത്. ഇത്രയും വലിയ പാറയാണ്, ഒറ്റ പാറയാണ്. ഇവിടെ നമ്മൾ വന്ന് തൊഴുന്ന ഭക്തജനങ്ങൾക്ക് വന്ന് കുറച്ച് നേരം വിശ്രമിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ കല്ലുകൊണ്ടൊക്കെ ഇരിപ്പിടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇവിടുന്ന് കുറച്ച് കൂടി മുന്നോട്ട് പോയാൽ അവിടെയാണ് പറക്കോട്ടുകാവ് ദേവീക്ഷേത്രം. പക്ഷെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അവിടെ പോകാൻ സമയമില്ല. അമ്പലം അടച്ചിട്ടുണ്ടാവും. ഇവിടെ നോക്കിയാൽ കാണാം. ഇതാണ് പറക്കോട്ടുകാവ്. ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ പട്ടാമ്പിയിലേക്ക് തിരിച്ചെത്തി. ഇപ്പം വലിയ മഴയില്ല, ഉച്ചയായി. അപ്പം ഞങ്ങൾ ഇനി ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ച് വേണ്ട, എനിക്ക് ലഞ്ച് വേണം. ഓക്കെ, അപ്പോൾ ലഞ്ച് വേണത്രേ. അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കണം. അതെ, പിഷാരടി പോയാലോ എന്നാണ് പ്ലാൻ. പിഷാരടി നല്ല ഫുഡാണ് കേട്ടോ. ഞങ്ങൾ ഫാമിലിയായിട്ട് എപ്പോഴും അതെ, ഞങ്ങൾ മസാല ദോശ കഴിക്കാൻ വേണ്ടി എപ്പോഴും പിഷാരടീസിൽ പോകാറുണ്ട്. ഇന്ന് നമ്മൾ ലഞ്ച് കഴിക്കാനാണ് പിഷാരടി പോകുന്നത്. ബാക്കി നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഇതാണ് പട്ടാമ്പിയിലുള്ള പിഷാരടി. ഹലോ, സ്വന്തം പിഷാരടീസിലെ സമൃദ്ധമായ എല്ലാം മൊത്തം നിറഞ്ഞ വിഭവങ്ങളായിട്ടുള്ള സദ്യയാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. ദേവേട്ടൻ അപ്പോഴത്തേക്കും കഴിക്കൽ കഴിയാറായത് തോന്നണം. എങ്ങനെയുണ്ട് ഫുഡ്? അമ്മ ആദ്യമാണെങ്കിൽ അടയാണ് കഴിക്കുന്നത്. അത്യാവശ്യം നല്ല സദ്യ കഴിക്കാത്തൊരു വീഡിയോ എടുക്കുന്നില്ല. മധുരത്തിൽ കുറച്ച് നമ്മൾ ഒരു ഗ്ലാസ് അടി കഴിക്കും. സൂപ്പർ. പക്ഷെ ഇച്ചിരി മധുരം കൂടിപ്പോയി പായസം. അത് കഴിക്കാൻ പറ്റില്ല. കാരണം ഞാൻ സദ്യ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നും ബാക്കി വയ്ക്കില്ല. പക്ഷെ ഇത് കഴിച്ചിച്ചിരി കൂടുതലായിരുന്നു, അതുകൊണ്ട് കുറച്ചൊക്കെ ബാക്കിയായി. എല്ലാം കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കുക. സദ്യ നല്ല ഉഷാറായിരുന്നു. 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു. പാലട പായസം, പിന്നെ
ഇത് രണ്ടും കൂട്ടിയിട്ട് ഉറക്കം ഒരു വരുന്നു. സ്പെഷ്യൽ പഴമൊക്കെ മിക്സ് ചെയ്തിട്ട് പപ്പടമൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ഐറ്റം തന്നു. സാറായിരുന്നു. ഇനി ഇത് എത്ര നോക്കിയാൽ പോട്ടെ.